ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പാലക്കാട് വരെ ഒന്ന് പോയി ഫൈബർ അടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയതാണ്. അപ്പോൾ ഇന്ന് തൊഴിലാളി ദിനമായിട്ട് മൂപ്പര് കട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പരിപാടി നടന്നില്ല. അവിടെ കുറേ കറങ്ങി തിരിഞ്ഞിട്ട് 6 മണിൻ്റെ ഉള്ളിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒക്കെയാണ് പോയത്. അപ്പോൾ നടന്നില്ല. നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും നടക്കാത്ത സങ്കടത്തിൽ ഞങ്ങൾ ബിസ്മി തട്ടുകടയിൽ കയറിയിട്ട് റഞ്ചം പുറഞ്ചം കണ്ണി കണ്ടതൊക്കെ വാരി തിന്നു. പൊക്കവടകൾ 2-3 പ്ലേറ്റ്, അതേപോലെ തന്നെ പിന്നെന്താ കഴിച്ചത്, കപ്പയും പോട്ടിയും ആ സാധനം, അതേപോലെ ഉള്ളിവട, അതേപോലെ എന്താ മുളക് ബജി, ഇങ്ങനെയുള്ള സാധന സാമഗ്രികൾ ഞങ്ങൾ വാരി തിന്നു. 2 ചായ ഒക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പോൾ റോഡ് സൈഡിലുള്ള ഈ കടയാണ് ബിസ്മി തട്ടുകട മുണ്ടൂരിലുള്ളത്. അപ്പോൾ എല്ലാം കൂടിയും 220 രൂപ ബില്ലായി. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കുറച്ചിങ്ങനെ ചായയും ഇതൊക്കെ കഴിച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം. കുറച്ച് സമയം കിടന്നിട്ട് വൈകുന്നേരത്തുള്ള ഈ ചായകൾ, വൈകുന്നേരം മാത്രമല്ല രാവിലെയുള്ള ചായ, കാപ്പി, എണ്ണക്കടികൾ, ഈ സാധനമൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് 6 പാക്ക് ചാടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഈ മുണ്ടൂരിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് ഇത് ഇവിടെയുള്ള കടികൾ കേട്ടോ, ഞാൻ നിരത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. മുണ്ടൂരിൽ ഈ കടയുടെ തൊട്ടപ്പോൾ തന്നെ ഒരു ഇളനീരിൻ്റെ ഒരു സംഗതി ഉണ്ട്. ഇളനീരിൻ്റെ മറ്റേ വെള്ള കാമ്പൊക്കെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസില്ലേ, അത് അടിപൊളിയാണ് കേട്ടോ. നമുക്കറിയാം പാലക്കാട് നല്ല ചൂടാണ്. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലാണ് അറിയാം. നമ്മൾ ആദ്യമായിട്ട് ചാനൽ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാളവേല, ക്രാഫ്റ്റ് വർക്ക്, പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന പൊറഞ്ചം സാധനങ്ങൾ എനിക്ക് തോന്നുന്ന പോലെ വീഡിയോ ചെയ്തൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളങ്ങനെ വലിയ എഡിറ്റിങ്ങും അത് വിചാരിച്ചിട്ട് നല്ല ചെയ്യണത്. നമുക്ക് തോന്നാ സാധനങ്ങൾ ഇടണം, നമ്മളെ എക്സ്പ്രസ് ചെയ്യണം. അതേപോലെ റോ ലൈഫ് അങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്ത് വരുമ്പോൾ വാറാത്തൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് വലിയ തേയിച്ചൊന്നുമില്ല വീട്ടിൽ ചെയ്യാനൊക്കെ. എന്തായാലും സംഭവം ഇങ്ങനെയാണ്. തീറ്റ കാര്യമായിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് വെറുതെ പാലക്കാട് വരെ ഒപ്പിരിച്ച ചൂടത്ത് പോയി വന്നു. കാര്യമൊന്നും ഉണ്ടായില്ല. നാളെ എന്തായാലും ഒരു വട്ടം കൂടി പോകണം. ഇങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പുതിയ കാളകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു പ്ലാനും കുറച്ച് ഐഡിയാസും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്യണമെന്ന് ആണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഒരു സാധനമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ ശരി.